ഹായ് 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 ഇന്നത്തെ വീഡിയോ മാത്സ് അല്ല, ഇന്നത്തെ വീഡിയോ ഫിസിക്സ് ആണ്. ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്ന പാഠമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഫുള്ളി പറഞ്ഞു തീർക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. നിങ്ങളുടെ പാഠം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ചിത്രമാണിത് അല്ലേ? ഫ്രണ്ട് പേജിലൊരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ചാപ്റ്ററുമായി. ഈ ചിത്രത്തിൽ ഒരു കുട്ടി ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കണ്ടായിരുന്നോ? വായിച്ചു നോക്കിയാണ്. അതാ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, അമ്മ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ എന്നൊരു ചോദ്യം ചോദിക്കുന്നു മകള്. അപ്പൊ അമ്മ പറയുന്നു, ഇത് എന്ത് കാലമാണ്? വേനൽക്കാലമാണ്, ചൂടുകാലമാണ്. അപ്പൊ എങ്ങനെ റോഡിൽ വെള്ളം വരുന്നേ എന്ന് അമ്മ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഒരു ചെറിയ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ഈ പടത്തിൽ കണ്ടോ? ആ കാറിന്റെ ചുവട്ടിലായിട്ട് എന്ത് കിടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്? വെള്ളം. പക്ഷെ വേനൽക്കാലത്ത് വെള്ളം വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു തോന്നൽ, ഇവിടെ ഇങ്ങനെ റോഡിൽ വെള്ളം ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ ഉണ്ടായത് എന്നാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം, എങ്ങനെ വേനൽക്കാലത്ത് ഇവിടെ വെള്ളമുള്ളതുപോലെ തോന്നിപ്പിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഈ ഒരു പാഠം പഠിച്ചു തീരുമ്പോൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഹൗ വി സീ ആൻ ഒബ്ജക്റ്റ്? ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, അമ്മയെ കാണുന്നുണ്ട്, വീട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മരം കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വാചകമുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾ പുസ്തകം വായിക്കും അല്ലെ? പുസ്തകം കയ്യിലെടുത്ത് വായിക്കും. എങ്ങനെയാ പുസ്തകത്തിലുള്ള അക്ഷരങ്ങൾ കാണുന്നത്? സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ റൂമിൽ എന്തുണ്ട്? ഒരു പ്രകാശ സോഴ്സ് കാണും. ഒന്നെങ്കിൽ സൂര്യപ്രകാശം, ഇല്ലെങ്കിൽ റൂമിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ബൾബ് കാണും. ആ ബൾബിലെ വെളിച്ചം എവിടെ ചെന്ന് വീഴും? പുസ്തകത്തിൽ വീഴും. എന്നിട്ട് ആ പുസ്തകത്തിൽ നിന്നും നമ്മുടെ കണ്ണിലേക്ക് വീഴുന്നു. ഇതൊക്കെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്. അപ്പോൾ പ്രകാശം വന്ന് എന്ത് ചെയ്യുന്നു? പുസ്തകത്തിൽ വീണിട്ട് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വസ്തുവിനെ കാണുന്നത്. ഒരു വസ്തുവിൽ പതിച്ച പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കി വെച്ചോണേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്? പ്രകാശം വന്ന് ആ വസ്തുവിൽ വന്ന് വീണ് തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വസ്തുവിനെ കാണുന്നത്. ഓക്കെ, സെറ്റാണ്. ഇനി അടുത്ത ഒരു സംശയമാണ്. നമ്മളൊരു ഗ്ലാസ് എടുത്തു, കണ്ടല്ലോ? ഗ്ലാസ് കണ്ടല്ലോ? ഈ ഗ്ലാസ്സിലേക്ക് ഒരു സ്ട്രോ ആണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇതെന്താണ്? സ്ട്രോ, കേട്ടല്ലോ? അപ്പോൾ ഒരു സ്ട്രോ ഇട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു ഗ്ലാസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് എന്ത് നിറച്ചിട്ടുണ്ട്? വെള്ളം. നാരങ്ങ വെള്ളം ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, എന്തായാലും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്ട്രോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്ട്രോ ഇതുപോലെ ഒറ്റ സ്ട്രോ ആയിട്ടാണോ തോന്നിക്കുന്നത് ഈ പടത്തിൽ? അല്ല. എങ്ങനെയാണ് തോന്നാണ്ട്? ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്, ഇങ്ങനെ ഒരു ചെറിയ വളഞ്ഞ സ്ട്രോ ആയിട്ടാണ് നമുക്ക് തോന്നിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ഗ്ലാസ് എടുത്തു, നമ്മൾ സ്ട്രോ ഇട്ട് വെച്ചു. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്തൊഴിച്ചു എന്ന് വിചാരിക്കുക? വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം എങ്ങനെയാണ്? ഇതുപോലെ രണ്ട് പാർട്ടായിട്ട് മാറി. അതിന് എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങളാണ് ആദ്യം തന്നെ ഉന്നയിക്കുന്നത്. അപ്പോൾ വെറും ഒരു ഗ്ലാസ്സിൽ ഒരു സ്ട്രോ ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, സ്ട്രോ നേരെ തന്നെ നിൽക്കുന്നു. പക്ഷെ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ആ സ്ട്രോയെ എങ്ങനെ കാണുന്നു? രണ്ട് കഷ്ണങ്ങളായി കാണുന്നു. വൈ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണം നടത്തുന്നു. ഒരു ഗ്ലാസ് ട്രഫ്, എന്തോ ആയിക്കോട്ടെ, ഒരു ചരിവോന്നോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. ഒരു ട്രഫ് എടുക്കും. ട്രഫ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ, വെള്ളം ഒഴിക്കാനുള്ള ഒരു പ്രതലം, ഒരു സ്ഥലം, ഒരു പാത്രം എടുക്കുന്നു, ട്രഫ് എടുക്കുന്നു. 3/4 ഭാഗത്തോളം ജലം എടുക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്ത് എന്തോ കിടക്കുന്നതെന്ന് മനസ്സിലായി? വെള്ളമാണ്, ജലമാണ്. ജലത്തിന്റെ ഒന്നോ രണ്ടോ തുള്ളി പാൽ ചേർക്കുക. എന്നിട്ട് ഈ ജലത്തിനകത്തോട്ട് വെട്ടം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചേർക്കാൻ പറയുന്നത്? പാല് ചേർക്കുക. ട്രഫ് സുതാര്യമായ പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക? ഒരു ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. നമുക്ക് കാണാൻ വേണ്ടിയാണ് അകത്ത് എന്താണ് സംഭവിക്കുന്നത്. ട്രഫിൽ ബാക്കി ഭാഗത്ത് പുക നിറച്ച ശേഷം, ഇപ്പൊ ബാക്കി ഭാഗത്ത് എന്ത് നിറയ്ക്കണം? ഇവിടെ ഇങ്ങനെ പുക നിറയ്ക്കണം, കേട്ടല്ലോ? അപ്പം വെള്ളം, അതിന്റെ മുകളിൽ എന്തോ പുക, അതിന്റെ മുകളിലാണ് ഇവിടെ അടച്ചു വെക്കുന്നത്? ഒരു പേപ്പർ കൊണ്ട് അടച്ചു വെക്കുന്നത്. അത് സുതാര്യമായിട്ടുള്ള പേപ്പറാണ്. എന്ത് പേപ്പറാണ്? സുതാര്യ പേപ്പറാണ്. എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലേസർ കൊണ്ട് ഇങ്ങനെ അടിച്ചപ്പോൾ ആ പ്രകാശം എങ്ങനെ കടന്നു പോകുന്നു? നേരെ കടന്നു പോകുന്നു. പക്ഷേ ഈ ലേസർ തന്നെ ചരിച്ചടിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടോ? ഇവിടം വരെ ലേസർ നേരെ വന്നതിന് ശേഷം പിന്നെ ഒരു ചരിവ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് അതിനിങ്ങനെ ഒരു വളവ് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ്
ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. വെള്ളം ഒഴിച്ചപ്പോൾ സ്ട്രോ വളഞ്ഞുപോയി, അതോടൊപ്പം ഈ ലൈറ്റിനെ നമ്മൾ ചരിച്ചു പതിച്ചപ്പോഴും എന്ത് ചെയ്തു? വളഞ്ഞുപോയി. എന്തുകൊണ്ട്? 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 വാട്ട് കോസസ് ദ ഡീവിയേഷൻ? ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്തോ അർത്ഥം? വളവ് അല്ലെങ്കിൽ ആ ചരിവ്. മറ്റൊരു മതിൽ പ്രകാശം ചരിഞ്ഞു കിടക്കും, പ്രകാശപാതയ്ക്ക് വ്യതിയാനം. എങ്ങനെ വ്യതിയാനം? ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം സംഭവിച്ചു. എവിടെയൊക്കെ വ്യതിയാനം വന്നേ? ദാ ഈ ഒരു പടത്തിൽ ഈ ഒരു ലേസർ ചരിച്ചടിച്ചപ്പോഴും വ്യതിയാനം വന്നു, ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചപ്പോഴും സ്ട്രോയ്ക്കും എന്ത് വന്നു? വ്യതിയാനം വന്നു. അല്ലെങ്കിൽ സ്ട്രോ നേരെ ഇരിക്കേണ്ട സ്ട്രോയ്ക്ക് എന്ത് വന്നു? ഒരു വ്യതിയാനം കാണുന്നു, അല്ലെങ്കിൽ ഡീവിയേഷൻ കാണുന്നു. ഈ ഡീവിയേഷൻ എന്തുകൊണ്ട്? 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 എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി ഉത്തരം ദാ ഇവിടെ ഉണ്ട്. എന്താണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. മീഡിയം, ദാ പുതിയൊരു വാക്ക് നമ്മൾ പഠിക്കുന്നു, മീഡിയം. എന്താണ് ആ വാക്ക്? മീഡിയം, അല്ലെങ്കിൽ എന്താണ്? മാധ്യമം. എന്താണ്? മാധ്യമം. അപ്പൊ എന്താണ് മാധ്യമം എന്ന് ചോദിച്ചാൽ ഈ മുകൾ ഭാഗത്തുള്ള മാധ്യമം എന്താണ് മക്കളെ? ഈ ഭാഗത്തുള്ള മാധ്യമം എന്താണ്? എയർ അല്ലെങ്കിൽ വായു. ഈ താഴ്വശത്തോട്ട് നമ്മൾ എന്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്? വെള്ളം, അല്ലെങ്കിൽ മറ്റൊരു മാധ്യമമാണ് വെള്ളം. അങ്ങനെ ഓരോ മാധ്യമത്തിലും പ്രകാശത്തിന്റെ ആ സ്പീഡ്, ആ വേഗത എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ വായുവിലെ സ്പീഡ് ഈ സ്പീഡിൽ കടന്നു പോകുന്നു. 3 × 10⁸ ആണ് സ്പീഡെങ്കിൽ വെള്ളത്തിലേക്ക് വരുമ്പോൾ പ്രകാശത്തിന്റെ സ്പീഡ് എത്രയായി മാറുന്നു? 2.25 കുറയുന്നു. ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ പിന്നെയും പ്രകാശത്തിന്റെ സ്പീഡ് കുറയുന്നു, 2 × 10⁸. ഡയമണ്ടിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രകാശത്തിന്റെ സ്പീഡ് പിന്നെയും കുറയുന്നു. ഡയമണ്ടിൽ അകത്തൂടെ കടന്നു പോകാൻ പ്രകാശത്തിന് കുറച്ച് സമയം എടുക്കും. എത്ര സമയം? 1.25 എന്ന് വെച്ചാൽ ആ ഒരു വേഗത കുറയുന്നു. ഈ വേഗത കുറയുന്നത് കാരണമാണ് ഈ വളവുകൾ ഏത് വളവുകൾ? ഈ വളവുകൾ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നൊരു കാര്യം മനസ്സിലാക്കുക, കുത്തനെ അടിച്ചു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് കുത്തനെ ലൈറ്റ് അടിച്ചാൽ യാതൊരു വളവും ഉണ്ടാവത്തില്ല. ചരിച്ചു പതിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഡീവിയേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഡീവിയേഷൻ ഉണ്ടാകുന്നത്? ഓരോ വസ്തുവിലും പ്രകാശത്തിന്റെ വേഗത എങ്ങനെയാണ്? വ്യത്യാസമാണ്. വായുവിലെ പ്രകാശത്തിന്റെ സ്പീഡ് ഇതാണെങ്കിൽ ഡയമണ്ടിലേക്ക് വരുമ്പോൾ പ്രകാശത്തിന്റെ സ്പീഡ് കുറയുന്നു. ഈ വ്യത്യാസം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഈ വളവ് അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്, വ്യതിയാനം ഉണ്ടാകുന്നത്. ഉത്തരം ഇവിടെ ഉണ്ട്. The speed of light is different medium. The change in the speed of light causes the change in direction of the ray. കണ്ടോ? ഈ റേ നേരെ പോകേണ്ട റേ എന്ത് ചെയ്തു? ഇങ്ങനെ പോകേണ്ട റേ ആണ് ഇവിടെ വെച്ച് ഇങ്ങനെ വളഞ്ഞത് എന്ന് മനസ്സിലാക്കുക. അത് എന്തുകൊണ്ട്? ഉത്തരം കിട്ടിയ എന്തുകൊണ്ട്? ഈ വ്യത്യാസം ഉണ്ടായതുകൊണ്ട്. ഓരോ മാധ്യമത്തിലും ഓരോ മീഡിയത്തിലും ആ പ്രകാശത്തിന്റെ വേഗത എങ്ങനെയാണ്? വ്യത്യാസമാണ്. അല്ലെങ്കിൽ മറ്റൊരു വാക്കും കൂടെ പഠിക്കണം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ മീഡിയം. ഒരു മാധ്യമത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രകാശത്തിന്റെ വേഗതയെ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിർത്താൻ കഴിയും. നോക്ക്, സ്വാധീനിക്കാൻ കഴിയും. ഒരു മാധ്യമത്തിലൂടെ പ്രകാശ വേഗതയെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവ്. അപ്പൊ മാധ്യമത്തിന് എന്ത് കഴിവുണ്ട്? പ്രകാശത്തിന്റെ വേഗതയെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. നോക്കുതാണ്ട് ഈ ഡയമണ്ട് എന്ന് പറയുന്ന ഈ മാധ്യമം അല്ലെങ്കിൽ മീഡിയത്തിനകത്ത് പ്രകാശത്തിന്റെ സ്പീഡ് എത്രയാണ്? 1.25 എന്ന് പറയുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഈ മാധ്യമത്തിനൊരു കഴിവുണ്ട്. ഈ ഡയമണ്ടിന്റെ ആ കഴിവിനെ വിളിച്ച പേരാണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടായത് കൊണ്ടാണ് ഈ സ്പീഡ് ഇങ്ങനെയായി മാറുന്നത് അല്ലെങ്കിൽ ഈ വളവ് സംഭവിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ് ഉത്തരം എന്ന് ചോദിച്ചാൽ പ്രകാശിക സാന്ദ്രതയുണ്ട് ഓരോ മാധ്യമത്തിനും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട് ഓരോ മാധ്യമത്തിനും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രകാശത്തിന്റെ വേഗത കുറയുകയും കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ വളവ് സംഭവിക്കുന്നു. സെറ്റാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദ സ്പീഡ് ഓഫ് ലൈറ്റ്, നോക്കുക ഇവിടെ വായിച്ചു നോക്കണം. സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താ വാക്ക്? പ്രകാശിക സാന്ദ്രത കൂടിയെടുത്ത് വേഗത എന്ത് ചെയ്യും? കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കൂടുന്നിടത്ത് വേഗത എന്തായിരിക്കും?
കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പിന്നെ സിമ്പിളായി പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വേഗത എന്ത് ചെയ്തു പോകും മക്കളെ? കുറഞ്ഞു പോകും. കണ്ടോ, ഇത് രണ്ടും തല തിരിഞ്ഞ പരിപാടി. ഇത് കൂടുമ്പോൾ ഇത് കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുമ്പോൾ മറ്റത് കൂടും. ഇവിടെ കുറയുമ്പോൾ അപ്പുറത്ത് കൂടും. ഇവിടെ കൂടുമ്പോൾ അപ്പുറത്ത് കുറയും. അങ്ങനെ ഇവിടെ കൂടുമ്പോൾ ഇവിടെ കുറയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം ഒരു പോയിന്റ് എടുത്തവർ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ദാറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹാസ് നോ റിലേഷൻ വിത്ത് മെറ്റീരിയൽ ഡെൻസിറ്റി. ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി ഉണ്ടല്ലോ, ആ ഇക്വേഷൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയം എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതെന്തരാണ്? സാന്ദ്രത. ഈ സാന്ദ്രതയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പ്രകാശിക സാന്ദ്രത പദാർത്ഥ സാന്ദ്രതയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. കേട്ടല്ല, യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാരണം എന്ത് സംഭവിക്കുന്നു? സ്പീഡ് ഓഫ് ലൈറ്റിന് വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഈ വളവ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യതിയാനം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ വ്യതിയാനത്തിനെ ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ഇങ്ങനെ ചരിഞ്ഞ് വ്യതിയാനം സംഭവിക്കുന്ന വിളിച്ചൊരു പേരുണ്ട്. അതാണ് റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ മലയാളം അപവർത്തനം. എന്താണ് അപവർത്തനം? വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി എന്ന് വെച്ചാൽ ചരിഞ്ഞ്, ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമം. ഈ മാധ്യമം ഏതാണ്? വായു. ഈ മാധ്യമം ഏതാണ്? വെള്ളം. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിച്ചു പതിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് അണ്ടർഗോ എ ഡീവിയേഷൻ. എവിടെ വെച്ചാണത്? സർഫസ് ഓഫ് സെപ്പറേഷൻ. ഇതാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. ഇത് വായു, ഇതിൻ്റെ മുകളിൽ വായു, ഇതിൻ്റെ താഴെ എന്ത്? വെള്ളം. അങ്ങനെ ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് തന്നെ ചരിവ് സംഭവിക്കുന്നു. നിങ്ങൾക്ക് കാണാം, ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ചരിഞ്ഞത്. ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് മാറുന്നു. ആ ഒരു സംഭവത്തെ, ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? അപവർത്തനം എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ചോദ്യം? എന്തുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞു? ഉത്തരം കിട്ടിയേ. നേരെ പതിക്കുമ്പോൾ ചരിയോ? ഇല്ല. നേരെ പതിക്കുമ്പോൾ യാതൊരു വ്യതിയാനവും ഇല്ല. അതോടൊപ്പം ഇതെന്തുകൊണ്ട് ചരിഞ്ഞു എന്ന് മനസ്സിലായി. ഇവിടെ എന്താണ്? എയർ. ഇവിടെ എന്താണ്? വാട്ടർ. അതുകൊണ്ട് ഈ സെപ്പറേഷന്റെ സ്ഥലത്ത് ഈ രണ്ടും കൂടെ മാറുന്ന ഭാഗം, എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് മാറുന്ന ഭാഗത്ത് വെച്ച് എന്ത് ചെയ്യും? ഇതിനിങ്ങനൊരു ചരിവ് വരും. ഇതിനെ വിളിച്ച പേരെന്താണ്? ആ ചരിഞ്ഞതിനെ വിളിച്ച പേര്, അല്ലെങ്കിൽ ആ വ്യതിയാനത്തെ വിളിച്ച പേരെന്താണ്? ആ പ്രതിഭാസത്തെ വിളിച്ച പേരെന്താണ്? റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ അപവർത്തനം. സെറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോൾ അപവർത്തനത്തിന് കാരണം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഈ ഓരോ വസ്തുവിലും പ്രകാശത്തിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത എങ്ങനെയായിരിക്കും? വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ച അപവർത്തനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റു ഭാഗങ്ങളുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.